ശ്രീനിവാസൻ മരിച്ചപ്പോൾ ജയറാം വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ ജയറാമിനെ കല്ലെറിയുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ജയറാമിനെ കുറിച്ച് ഇനി പറയാത്ത വാക്കുകളില്ല. അപ്പം ഞാനൊന്ന് പറയട്ടെ, ഈ ജയറാമിനെ കുറിച്ച് ഈ കുറ്റം പറയുന്ന ആൾക്കാർക്ക് എന്തറിയാം? ജയറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ എന്ത് പോട്ടെ, സിനിമയിലത്തെ കാര്യമല്ല പറഞ്ഞു, വ്യക്തിപരമായിട്ട് ജയറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പോലെ ഒരു നല്ലൊരു മനുഷ്യൻ, ഒരു തലക്കനമില്ലാത്ത, ഒരു അഹങ്കാരമില്ലാത്ത, ഇത്രയും വിനയമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി മലയാള സിനിമയിൽ വളരെ അപൂർവമാണ്. നല്ലൊരു മനസ്സിന് ഉടമയാണ് ജയറാം. അദ്ദേഹം ഒരു എത്ര വലിയ നടനായാലും എന്തൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം സാധാരണ ഒരു മനുഷ്യൻ്റെ പോലെയാണ് എല്ലാവരുടെ അടുത്തും പെരുമാറുന്നതും. അയാൾ ഇപ്പോഴും മുണ്ട് വലിച്ചു കൊത്തി പെരുമ്പാലൂടെ നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തിന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളത്. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. വിഷയത്തിലേക്ക് വന്നാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ജയറാം വന്നില്ല, സമ്മതിച്ചു. ഈ ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ അയാൾ നല്ലൊരു മനുഷ്യനാണ്. ശ്രീനിവാസൻ നമുക്ക് രണ്ടഭിപ്രായമില്ല. പക്ഷേ ഈ ശ്രീനിവാസൻ എത്ര ആളുടെ മരണാന്തര ചടങ്ങുകൾക്ക് പോയിട്ടുണ്ട്. ശ്രീനിവാസൻ ഒരാളുടെ മരിച്ചാലും ശ്രീനിവാസൻ കാണാൻ പോവില്ല. ശ്രീനിവാസന് ദൈവത്തിൻ്റെ വിശ്വാസമില്ല, ആൾ ദൈവങ്ങളിൽ വിശ്വാസമില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കാണാൻ പോവില്ല. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു സ്വഭാവത്തിൻ്റെ ഒരു ഉടമയാണ് ശ്രീനിവാസൻ. അതിന് ശ്രീനിവാസനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രീനിവാസൻ ആർക്ക് എന്ത് സംഭവിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് ആർക്കെങ്കിലും വേദനിക്കുന്നുണ്ടോ എന്നും നോക്കാറില്ല. എടുത്തടിച്ച് എന്തും പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് സത്യങ്ങൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. സത്യങ്ങൾ വിളിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ശ്രീനിവാസൻ. അത് പലർക്കും ശ്രീനിവാസനോട് വൈരാഗ്യം വരാനായിട്ട് കാരണമായിട്ടുണ്ട്. ഇപ്പം നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയറാം വന്നില്ല. ജയറാം വരാത്തതിൻ്റെ കാരണം ജയറാം തന്നെ എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഷൂട്ടിംഗ് ആയിരുന്നു, എനിക്ക് അവിടുന്ന് പോരാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്, കോടികൾ ചെലവ് ചെയ്തുള്ളൊരു ഷൂട്ടിംഗ് നടക്കണം, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പോന്നു കഴിഞ്ഞാൽ ആ യൂണിറ്റും അന്നത്തെ ചാർട്ട് ചെയ്തുള്ള ദിവസത്തെ ഷൂട്ടിംഗ് കംപ്ലീറ്റും മുടങ്ങും, ആർട്ടിസ്റ്റുകളുടെ കംപ്ലീറ്റ് ഡേറ്റുകളും ക്ലാഷ് ആവും, എനിക്ക് പോരാൻ പറ്റാവുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു എന്നുള്ളത് മൂപ്പര് വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷെ അതൊന്നും കേൾക്കാണ്ട് ഇവിടെ സൂര്യ വന്നു, പാർത്ഥിപൻ വന്നു, അതുപോലെ തന്നെ പലരും വന്നു. സൂര്യയും പാർത്ഥിപനും മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അവരൊക്കെ ഇതുപോലുള്ളൊരു സിറ്റുവേഷനിലായിരിക്കില്ല അവരിയ്ക്കുന്നത്. പാർത്ഥിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ പോകാനുള്ള ഒരു പരിപാടിയിൽ നിൽക്കാറുണ്ട്, ഷൂട്ടിംഗ് ഒന്നല്ല ആടുന്നത്. അത് ക്യാൻസൽ ചെയ്തത് മാത്രമേ ഉള്ളൂ. സൂര്യക്ക് ആഞ്ചനെങ്കിൽ അന്നത്തെ ദിവസം ഫ്രീ ആയിരുന്നു, അന്ന് വന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ഒരു ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുന്ന ഒരു ആർട്ടിസ്റ്റായ ജയറാമിന് തമ്മിൽ കമ്പയർ ചെയ്യരുത്. ഇനിയിപ്പോൾ ജയറാം വന്നാൽ തന്നെ ശ്രീനിവാസൻ ഏറ്റു വരുമോ? ഇല്ലല്ലോ. മരിച്ചവരും മരിച്ചു. നമുക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിക്കണമെങ്കിൽ പണം വേണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു കമ്മിറ്റ്മെൻറ്റാണ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു 15 ദിവസം ഒരു പ്രൊഡ്യൂസർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ 15 ദിവസത്തിൽ ഒരു ദിവസം 2 ദിവസം നമുക്കൊന്ന് തിരിച്ചു വയ്ക്കണമെങ്കിൽ അവർ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് എഗ്രിമെൻറ്റ് ചെയ്തിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. പിന്നെ അവരെ എത്തുന്ന പോയിട്ട് പറയണം എനിക്ക് ഇന്ന എൻ്റെ സുഹൃത്ത് മരിച്ചു, എനിക്ക് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കണ കാര്യമൊന്നുമല്ല. അതൊന്നും നമുക്കിപ്പോൾ അവരോട് ഒരുപാട്, ശ്രീനിവാസനോട് ഒരുപാട് സ്നേഹമുള്ളൊരു വ്യക്തി തന്നെയാണ് നമ്മുടെ ജയറാം. അവരതുപോലെ ജീവിച്ചുള്ള ആൾക്കാർ തന്നെയാണ്. ഒരു റൂമിൽ ഉണ്ടുറങ്ങി ജീവിച്ചുള്ള ആൾക്കാരാണ് അവർ. പക്ഷേ എന്ത് ചെയ്യാൻ, ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ എത്ര അടുത്ത സുഹൃത്തുക്കളായാലും ചിലപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയായാലും മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയത്തിന് എത്താൻ പറ്റിയില്ല എന്ന് വരും. അത് സാഹചര്യമാണ്. ആ സാഹചര്യം മനസ്സിലാക്കാണ്ട് ഈ ജയറാമിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതിൽ ഒരു അർത്ഥമില്ല എന്ന് ഞാൻ പറയണത്. അത് ശ്രീനിവാസൻ്റെ ആത്മാവ് പോലും അത് പൊറുക്കില്ല. കാരണം എന്താണ്, ജയറാം വന്നില്ല എന്ന് വിചാരിച്ചിട്ട് ജയറാമിനിങ്ങനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രീനിവാസൻ്റെ ആത്മാവിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതൊക്കെ നിർത്തുക. നമ്മൾ ജയറാമിനെ നിങ്ങൾ കൂടുതലൊന്നും മനസ്സിലാക്കുക, ജയറാമിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുക. മൊത്തത്തിൽ സിനിമ കുറവാണ് മൂപ്പർക്ക്. അപ്പോൾ ആ ഒരു കുറവുള്ളൊരു വ്യക്തി തന്നെ ഒരു സിനിമയിൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് മരിച്ചു, സിനിമയിലുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മരിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ചാടി പോരാനൊന്നും പറ്റില്ല. വേണമെങ്കിൽ ജയിലിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പോരാം. അത്രയും പോലും ലൊക്കേഷനിൽ നിന്ന് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അത് നടക്കണ കാര്യമല്ല. അത് ജനങ്ങൾക്ക് എന്തും പറയാം. ആ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവർക്കും അറിയാം എൻ്റെ യഥാർത്ഥ സത്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കേട്ടോ. അധിക പ്രസംഗം ക്ഷമിക്കുക.